വലിയ തോതിൽ ഭയക്കേണ്ടതായി വരുന്നത് ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുത്തനെ ഉയരുകയാണ് എന്നതാണ്. പ്രത്യേകിച്ച് യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ഒരു സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നില്ല. യുദ്ധം തുടരുക തന്നെ ചെയ്യും എന്നതാണ്, അതിശക്തമായി തുടർന്നേക്കുമെന്ന സൂചനകളും പുറത്തു വരികയാണ്. അപ്പോഴാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരുന്നത്. ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയർന്നാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലും ഓയിൽ വില വർദ്ധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടുകൂടി കേന്ദ്ര സർക്കാരിന് മുന്നിൽ വലിയ ഭീഷണിയില്ലാത്തൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ തന്നെ എണ്ണ കമ്പനികൾ ഈ നിരക്ക് കൂട്ടിയേ പറ്റൂ എന്ന നിലപാട് ആവർത്തിക്കുന്നുണ്ട്. കാരണം ഒരു ദിവസം കോടിക്കണക്കിന് രൂപയുടെ, ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടത്തിൽ ആണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് എണ്ണ കമ്പനികളുടെ വാദം. എന്തായാലും ഈ കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി അവസാനത്തോടെ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ വലിയ തോതിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴിതാ 126 എത്തുമ്പോൾ കഴിഞ്ഞ ജനുവരി മാസത്തിൽ കേവലം $60 ആയിരുന്നു ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില. ഫെബ്രുവരിയിൽ അത് 72 ആയിരുന്നു. മാർച്ച് തുടക്കത്തിൽ 93 എത്തി നിൽക്കുന്നു. അത് അവസാനമായപ്പോഴേക്കും 100 കടന്നു. പിന്നെയും ചെറിയ തോതിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ യുദ്ധ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഒരു ബാരൽ എണ്ണയുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില $126 കുത്തനെ ഉയർന്നിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകവ്യാപകമായി തന്നെ ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഒപ്പം എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെ ബാധിക്കും, അതോടൊപ്പം തന്നെ എണ്ണ ഉപഭോക്തൃ രാജ്യങ്ങളെയും ഇത് ബാധിക്കും. അവിടെ ഏക പ്രതീക്ഷ എന്നത് ഒപ്പക്കിൽ നിന്ന് ഇപ്പോൾ UAE പുറത്തു പോയിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒപ്പക് എന്ന ഈ ക്രൂഡ് ഓയിൽ നിർമ്മാണ രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് ഈ വില നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുന്നത്. ഒരു പക്ഷേ UAE ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അങ്ങനെ ആ സംഘടനയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നും അങ്ങനെ വിതരണം ചെയ്യും എന്നുമുള്ളതാണ് UAEയുടെ നിലപാട്. എങ്കിൽ പോലും ഒപ്പക്കിനൊരു മത്സരം മുന്നോട്ട് വയ്ക്കാൻ UAEക്ക് സാധിക്കുമോ എന്നത് അറിയില്ല. ഇനി നമ്മൾ ഭയക്കേണ്ടത് രാജ്യത്തെ സാഹചര്യം മാറുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ സൂചന വന്നു കഴിഞ്ഞിരിക്കുന്നു. LPG ക്ഷാമം അതിരൂക്ഷമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ ഉയർത്തിയത്. അതാകട്ടെ 1000 രൂപയാണ് ഒരു സിലിണ്ടറിന് ഉയർത്തിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ ആശങ്കപ്പെടേണ്ടത് രാജ്യത്ത് ഇതിന്, അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിപ്പിച്ചതിന് അനുസരിച്ച് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായും അതിനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. ഒന്ന്, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചു. 2, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ ലഭ്യത കുറയുന്നു. 3, ഈ എണ്ണ കമ്പനികളുടെ ചെലവ് അത് വലിയ നഷ്ടത്തിലേക്ക് ആണ് പോകുന്നത്. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടം ആണ് എന്നാണ് പറയുന്നത്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം കൂടിയാണ് ഈ എണ്ണ എന്നതുകൊണ്ട് തന്നെ അതിൽ നികുതി കുറയ്ക്കുമോ എന്നതിലൊന്നും ഒരു വ്യക്തതയുമില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെ വില വർദ്ധിച്ചാൽ ഒരു സംശയവും വേണ്ട, രാജ്യത്ത് വലിയ തോതിൽ വിലക്കയറ്റത്തിന് അത് വഴിവെക്കും. കാരണം ചരക്ക് നീക്കത്തിൻ്റെ ചെലവ് കൂടും. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം, അവിടെ ചരക്ക് ഗതാഗതം പലപ്പോഴും ഈ വാഹനങ്ങളിലൂടെ, അതായത് റോഡ് മാർഗത്തിലാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ചരക്ക് ഗതാഗതത്തിൻ്റെ ചെലവേറുമ്പോൾ അത് ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും പ്രതിഫലിക്കും എന്നാണ് അറിയുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളത്തിൻ്റെ വില വർദ്ധിച്ചതോടുകൂടി കാർഷിക മേഖലയിൽ മാന്ദ്യമുണ്ട്. അപ്പോൾ കാർഷിക വിളകൾക്ക് ഉൽപ്പന്നങ്ങൾക്കൊക്കെ അല്ലാതെ തന്നെ വില വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയായിരിക്കും ഈ ഇരുട്ടടിയും. അങ്ങനെയെങ്കിൽ വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടതായി വരുന്നു രാജ്യം എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇപ്പോൾ തന്നെ ഡോളറിന് എതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിഞ്ഞേക്കും എന്ന ഭയപ്പാടുണ്ട് കേന്ദ്ര സർക്കാരിന് എന്നതാണ് മനസ്സിലാകുന്നത്. ഇതെല്ലാം ആകുമ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിലും വലിയ തിരിച്ചടി ഉണ്ടാകും. ഇപ്പോഴും കേന്ദ്ര സർക്കാർ കണക്കിലാക്കുന്നത് 7% സാമ്പത്തിക വളർച്ചയാണ് എങ്കിൽ, യുദ്ധം തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ അത് 6-ലേക്കോ അല്ലെങ്കിൽ 6-ൽ താഴെയോ ഒക്കെ എത്തിയേക്കുമെന്ന സൂചനകളും പുറത്തു വരികയാണ്. എന്തായാലും യുദ്ധത്തിൻ്റെ ഭാവിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ഇനി മുന്നോട്ട് പോവുക എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ ഇനി യുദ്ധത്തിൻ്റെ ഭാവി എന്താ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.